അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയൽവാസികളുമായി ബന്ധപ്പെട്ട ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഏതാനും ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പ്രവാചകനെ ഉപദേശിക്കുകയാണ്. അങ്ങനെ ഉപദേശം പ്രവാചകൻ കേട്ടിരിക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നിപ്പോയി എന്നാണ്. മസാല ജിബ്രീലു യൂസീനി ബിൽ ജാർ ഹത്താ ളനൻതു. ഞാൻ വിചാരിക്കുവോളം ജിബ്രീൽ എന്നെ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. എന്താണ് ഞാൻ വിചാരിച്ചത്? എൻ്റെ അയൽവാസിക്ക് എൻ്റെ സമ്പത്തിൽ അനന്തരാവകാശം കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ കരുതിപ്പോയി എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമയുടെ ഉപദേശത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അയൽപ്പക്കവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അയൽവാസി വിശന്നിരിക്കുമ്പോൾ നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പാടില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണത്. മാത്രമല്ല, ചെറിയ നന്മകളാണെങ്കിൽ പോലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ നിസാ അൽ മുസ്ലിമാത്ത് ലാ തഹ്ഖിറന്ന ജാറത്തുൻ ലി ജാറത്തിഹ. അതായത് ഒരു അയൽവാസി, ആ അയൽവാസിക്ക് ഒരു ചെറിയ ഒരു നന്മ പോലും അതിനെ നിങ്ങൾ നിസ്സാരമാക്കി കളയരുത്. അതൊരു ചെറുതല്ലേ, അതിനൊക്കെ ഇപ്പം എന്താ ഇത്രയുള്ളത് എന്ന് വിചാരിച്ച് ആ നന്മയെ നിങ്ങൾ നിസ്സാരമാക്കരുത്. അങ്ങനെ പറഞ്ഞാൽ ഒരു ചെറിയ നന്മയാണെങ്കിലും നമ്മുടെ അയൽവാസികൾക്ക് ചെയ്തു കൊടുക്കുന്നതിന് പ്രത്യേകം പുണ്യമുണ്ട് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ ഒരു കാര്യം, മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ കൊടുക്കുന്ന നിർദ്ദേശമാണ്. യാ അബാദരീൻ ഇദാ തൊബഖ്ത മറക്കൻ ഫഅക്തിർ മാഅഹ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറയണം, അബൂദറെ, നീ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ വെള്ളം ചേർത്തിട്ടാണെങ്കിലും എൻ്റെ അയൽവാസിയെ പരിഗണിക്കണമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി നിർദ്ദേശം നൽകുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മനസ്സിന് ഇണക്കമുണ്ടാക്കുന്ന, അതേപോലെ തന്നെ സന്തോഷമുണ്ടാക്കുന്ന ഏതൊരു കാര്യത്തിൽ പോലും നമ്മുടെ അയൽപ്പക്ക ബന്ധങ്ങളെ, നമ്മുടെ അയൽവാസികളെ പ്രത്യേകം പരിഗണിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകുന്നത്. മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളെ എണ്ണി പറയുമ്പോൾ അർറജുലു യകൂനു ലഹു ജാറുൻ യുദീഹി ജിവാറഹു ഫയസ്ബിറു അലാ അദാഹു. അതായത് ഒരു മനുഷ്യൻ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളെ എണ്ണി പറയുമ്പോൾ പ്രവാചകൻ സൂചിപ്പിച്ചതാണ് ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അവനൊരു ഉപദ്രവിക്കുന്ന ഒരു അയൽവാസിയുണ്ട്. ആ അയൽവാസിയുടെ ഉപദ്രവങ്ങളിൽ അവൻ ക്ഷമ കാണിക്കുന്നു. അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു സുബ്ഹാനഹു തആല പ്രത്യേകം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മളെ നിരന്തരമായി ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്ന, പല നിലക്കും നമ്മളെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്ന, അതിലൊരു ആനന്ദം കണ്ടെത്തുന്ന ഒരു അയൽവാസിയുണ്ട്. ആ അയൽവാസിയുടെ ഉപദ്രവങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ഷമ കാണിക്കുന്നു. ആ ക്ഷമക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രത്യേകമായ ഇഷ്ടമുണ്ട്, പ്രത്യേകമായ താല്പര്യമുണ്ട് എന്ന് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും. മറ്റൊരു കാര്യം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ളൊരു പ്രാർത്ഥന ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജാരി സൂ. അള്ളാഹുവേ, ഒരു മോശപ്പെട്ട അയൽവാസിയിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് പ്രവാചകൻ നടത്തിയൊരു പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ, എല്ലാ രംഗത്തും നമ്മുടെ ഈമാനിക ചൈതന്യം അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരു സത്യവിശ്വാസി ബാധ്യതപ്പെട്ടവനാണ് എന്ന് നമ്മൾ ഓർമ്മിക്കുക. റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.